ഹായ് ഫ്രണ്ട്സ്, ക്രിപ്റ്റോ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നുള്ളത് ഒരു കിഡിലൻ എയർ ഡ്രോപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് മെറ്റാവേഴ്സ് HQ എന്ന് പറഞ്ഞ ഒരു എയർ ഡ്രോപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഗൈസ്, മെറ്റാവേഴ്സ് HQ എന്നാണ് ഈ പ്രോജക്റ്റിൻ്റെ പേര്. ഓൾറെഡി ഇവർ ഒരു എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 28-ാം തീയതിയാണ് അവർ എയർ ഡ്രോപ്പിൻ്റെ അലോക്കേഷനൊക്കെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഡിസ്ട്രിബ്യൂട്ട് അല്ല, വിഡ്രോ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 20 വരെ ആയിരുന്നു, അതായത് ജാനുവരി 20 വരെ ആയിരുന്നു ഇവർ എയർ ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു ടൈം എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ എയർ ഡ്രോപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞപ്പോഴാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ എല്ലാവർക്കും എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. ഏകദേശം $400 മുതൽ $4000 വരെയാണ് ഇവർ എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുള്ളത്. കാരണം അത്രയും നല്ലൊരു അലോക്കേഷൻ രീതിയിലാണ് ഇവർ എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുള്ളത്. കാരണം വളരെ കുറഞ്ഞ മെമ്പേഴ്സ് മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളൂ. കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് അല്ലായിരുന്നു. സോ അത്യാവശ്യം നല്ല അലോക്കേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അടുത്തൊരു എയർ ഡ്രോപ്പ് വരുന്നുണ്ട്. അതായത് മെറ്റാവേഴ്സ് HQ സാഗ 0 എന്നാണ് അടുത്ത എയർ ഡ്രോപ്പ് വരുന്നത്. സോ നിങ്ങളത് മിസ്സാക്കാതെ ചെയ്യുക. കാരണം അത്യാവശ്യം നല്ലൊരു അലോക്കേഷൻ കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കും കാര്യങ്ങളും മാത്രമാണ് ഇതിൽ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സാക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അലോക്കേഷൻ നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഈ ട്വിറ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഏതായാലും നേരെ ഡയറക്റ്റ് എങ്ങനെയാണ് എയർ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഈ എയർ ഡ്രോപ്പ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേജിലോട്ടായിരിക്കും വരിക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡിസ്കോഡ് വെച്ചിട്ടും അതുപോലെ തന്നെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് അതുപോലെ തന്നെ മെറ്റാ മാസ്ക് അതുപോലെ തന്നെ വേറെ വാലറ്റ് ഏതെങ്കിലും ഉണ്ടോ അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മെറ്റാ മാസ്ക് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് കണക്ട് കൊടുക്കുന്ന കൺഫേം കൊടുക്കുക. ഒരു ചെറിയൊരു ആഡ് വരും, അത് ക്ലോസ് ചെയ്ത് കളയും. ഓക്കെ, ഇതാണ് അവിടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ടാസ്കും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ടാസ്കിൻ്റെ ഇതൊക്കെ പാർട്ടിസിപ്പൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ കുറഞ്ഞ രീതിയിലുള്ള മെമ്പേഴ്സ് മാത്രമാണ് ഈ ടാസ്കും കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു എയർ ഡ്രോപ്പ് ആണ്. സോ നിങ്ങൾ മിസ്സാക്കാതെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ ഗൈസ്, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഓവർവ്യൂ അതുപോലെ തന്നെ ചാലഞ്ചസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ടാസ്ക് ഉണ്ട്. ഫോളോ മെറ്റാവേഴ്സ് HQ എന്ന് പറഞ്ഞ ഓൺ ടീച്ചർ എന്നുള്ള ഭാഗത്ത് കണക്ട് ട്വിറ്റർ എന്ന് കൊടുക്കാം. ഓക്കെ, ഓതറൈസ് ആപ്പ് ഫോളോ എന്ന് കൊടുക്കുക. ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ടാസ്ക് ലൈക്ക് അടിക്കാനുള്ളതാണ്. ജസ്റ്റ് ലൈക്ക് അടിക്കാം. കംപ്ലീറ്റ് ആയി. ഇവിടെ റീട്വീറ്റ് കൊടുക്കാറുണ്ട്. ജസ്റ്റ് റീട്വീറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് ട്വിറ്ററിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ റീപ്ലൈ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ട്വിറ്റർ പോകേണ്ടി വരും. ഡയറക്റ്റ് ആയിട്ട് ട്വിറ്ററിലോട്ടാണ് എത്തുന്നത്. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുക. ഞാൻ ജസ്റ്റ് നൈസ് എന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വെരിഫൈ റീപ്ലൈ എന്ന് കൊടുക്കുക. ഏകദേശം 15 സെക്കൻഡ് ടൈം എടുക്കുന്നു തോന്നുന്നു ഇത് വെരിഫൈ ചെയ്യാൻ. ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അടുത്ത ടാസ്ക് ആയിട്ട് വരുന്നത് മെറ്റാവേഴ്സ് HQ സാഗ 1 ആക്സസ് പാസ് എന്ന് പറഞ്ഞ ഒരു പാസ് എടുക്കേണ്ടതുണ്ട്. ഏകദേശം $3 വർത്ത് ഓഫ് എതേറിയം ബേസ് നെറ്റ്വർക്കിൽ നമുക്ക് ഇതിന് ആവശ്യമാണ്. സോ ഇത് മിൻറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പാസ് എടുക്കുക. ഈ പാസ് എടുത്താലാണ് നമുക്ക് അടുത്ത ടാസ്കും കാര്യങ്ങളൊക്കെ അൺലോക്കായി കിട്ടുക. ഇത് വൺ ടൈം പാസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്, അതായത് ഈ എയർ ഡ്രോപ്പ് എൻഡ് ആവാൻ ഏകദേശം 1 വർഷം ടൈം എടുക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഏർലി സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ക്രെഡിറ്റ് പോയിന്റുകൾ നിങ്ങൾ കളക്ട് ചെയ്യുക. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു അലോക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും എങ്ങനെയാണ് ഈ പാസ് എടുക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഈ പാസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എത്ര പാസ് വേണം മിൻറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഇവിടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പാസ് വേണമെന്നുണ്ടെങ്കിൽ മിൻറ്റ് ചെയ്യാം. സോ ഞാൻ ഒരു പാസ് മാത്രമാണ് മിൻറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ബേസ് നെറ്റ്വർക്കിൽ യെസ് മെറ്റാമാസ്കിൽ ഒരു കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. ഏകദേശം നിയർലി 0.0099 ആണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ജസ്റ്റ് കൺഫേം കൊടുക്കാം. NFT മിൻറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് NFT മിൻറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ കുറച്ച് ടാസ്ക് വന്നിട്ടുണ്ട്. യെസ്, ഈ ടാസ്കും കൂടി കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ടാസ്കുകൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ ആ ടാസ്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് retweet replay
അപ്പോൾ ഗൈസ് ഇവിടെ നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് പോയിന്റ് കിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൂസ്റ്ററും കിട്ടും. അതുപോലെ തന്നെ ഈ ബൂസ്റ്ററിൻ്റെ അതായത് എത്ര ക്രെഡിറ്റ് പോയിൻ്റ് ഉള്ളത് അതിൻ്റെ എത്ര 1.x ബൂസ്റ്റർ ആയിരിക്കും ഇവിടെ, ബൂസ്റ്റഡ് ക്രെഡിറ്റ് ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഒരുപാട് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ വന്ന് ചാപ്റ്റർ 1 അതുപോലെ തന്നെ 12 ചാപ്റ്ററാണ് ഉള്ളത്. അപ്പോൾ 12 മാസം, ഓരോ മാസത്തിൽ ഓരോ ചാപ്റ്ററാണ് ഓപ്പൺ ആവുന്നത്. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്ത് വരിക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടാസ്കും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, വളരെ കുറഞ്ഞ പാർട്ടിസിപ്പൻസ് മാത്രമേ ഉള്ളൂ ഓരോ ടാസ്കിലും. ജസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ടാസ്കുകളാണ്. വളരെ കുറഞ്ഞ എൻഡിങ് ടൈമും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇവിടെ ടാസ്കുകൾ എത്ര ഉണ്ടോ അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പുതിയ ടാസ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. വളരെ കുറഞ്ഞ പാർട്ടിസിപ്പൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ മന്തിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ചലഞ്ചസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഒരുപാട് ടാസ്ക് വരും. എല്ലാ മാസവും നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു എയർ ഡ്രോപ്പ് ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സാക്കി കളയരുത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്, അതായത് എന്തെങ്കിലും ഒക്കെ മന്തിലൊക്കെ വരുന്ന അപ്ഡേറ്റ് എന്തായാലും നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സാക്കാതെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.